I was so separated from the world of love, removed from her touch, her voice, even from her very presence. ചേച്ചി ഇനി അകത്തോട്ട് പോരെ. ഇനി അങ്ങയുടെ ചീത്തവിളിയാക്കണ്ട. ഏയ് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ Very lonely night. അയാളെ ഒന്ന് ഉപദേശിച്ചോ. I lay എനിക്ക് straight മനസ്സിന് ഒരു സമാധാനമില്ല. ഏയ് I saw nothing, not even a ray of hope. Not even a ray of hope. പ്രൊഫസർ സാർ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോവാണ്. മദ്യം വിഷമാണ്. മദ്യപാനികൾ ഈ സമൂഹത്തോട് Body! In this dark tunnel of life, there is no light. Just darkness. No hope. Not even a ray of hope. ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ? സംസ്കാരമല്ലാത്ത മനുഷ്യൻ ഏതോർക്കെ പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം. ഇവനെയൊക്കെ പറ്റിച്ചുകൊണ്ട് ആ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ്? ആ ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഗൂർഖക്ക് കൊടുക്കാൻ 10-20 രൂപ ഞാനും തന്നേക്കാം. പക്ഷെ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ? സാധാരണ വാച്ച്മാൻ പോരെ? പറ്റില്ല പറ്റില്ല പറ്റില്ല, ഗൂർഖ തന്നെ വേണം. നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ? എന്താ ചേച്ചിയല്ലേ? ഗൂർഖയായാലേ കള്ളന്മാർക്കൊരു പേടി കാണും. മാത്രമല്ല ഈ ഗൂർഖകൾ കുത്തിയാലും കൊന്നാലും ഒന്നും പോലീസ് കേസെടുക്കത്തില്ല. ആ ഗൂർഖകൾക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ആര് പറഞ്ഞു? ആ ഗൂർഖയുടെ കത്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഗൂർഖ കത്തി ഉറയെന്നെടുത്താ ആ കത്തി ചോര കാണാതെ തിരിച്ചു വെക്കത്തില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഗൂർഖയൊന്നുമില്ല. വരുമോ നോക്കാലോ. പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോവല്ലേ. ഗൂർഖ വേണ്ട ചേച്ചി. അതൊന്നും പറ്റില്ല, ഗൂർഖ തന്നെ വേണം. ആ പിടിച്ചുപോയാലും ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. ജീവിക്കാൻ വേണ്ടി ഒരു നുണ പറയുന്നു. അതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മനസ്സാക്ഷിയുള്ള ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഗൂർഖെങ്കിൽ ഗൂർഖ. ആ പിന്നെ നീ ബോംബെ എന്ന് പറയാൻ ഹിന്ദിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? ഏയ് അത് പ്രശ്നമല്ലേ. കുറച്ച് പ്രശ്നമാണ്, പക്ഷെ പ്രശ്നമല്ല. ഗൂർഖയ്ക്ക് ആരെ വേണമെങ്കിലും കൊല്ലാത്രേ. പോലീസ് കേസെടുക്കില്ല എന്ന്. അയ്യോ അവറ്റകള് എന്നെ കൊണ്ട് ആരെങ്കിലും കൊല്ലിക്കോ? അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ കൊന്നിട്ട് മുങ്ങാനാ, കൊല്ലാതെ മുങ്ങാടോ. പിന്നെ അവര് പറയാ ഒരു ഗൂർഖ അയാളുടെ കത്തി ഉറയെ നൂരിയ ചോര കാണാതെ തിരിച്ചു വെക്കില്ല എന്ന്. അതുകൊണ്ട് ജീവൻ പോയാലും കത്തി ഉറയെ നൂരരുത്. അല്ല എന്നെ കണ്ടാൽ അസല് ഗൂർഖയുടെ കാട്ടുണ്ട്. ചെല്ലുന്ന ചെല്ലലിൽ തന്നെ വീഴ്ത്തി കളയണം. കാക്കി ഉടുപ്പും ബെൽറ്റും തൊപ്പിയും ഈ പറഞ്ഞ കത്തിയും പിന്നെ നിന്റെ മിടുക്കും. എന്താ അവിടെ ബഹളം? എന്താ? ഭ്രാന്തനാണോ? കാട്ടുകുപ്പായാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ പോലീസുകാരുടെ ഭ്രാന്ത് പിടിച്ചതാണോ? നീ വന്നേന്ന്. പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നല്ലേ? ലക്ഷണം കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നു. അയ്യോ ഇത്ര വേഗം ഗൂർഖെത്തിയോ? ചേച്ചി ഗൂർഖയാ? കർത്താവേ, ഗൂർഖയാ? ഗൂർഖയാണോ? ഗൂർഖയാണോന്ന്? ഹം ഗൂർഖ ഹും. മതി അഭ്യാസം മതിയാക്ക്. ഒന്നും അറിയട്ടെ.
भाइयों और बहनों, पत्र द्वारा में एक कॉलोनी को एक गुरखा का आवश्यकता मैंने पढ़ा, इसलिए मैं आ गई. എന്താ എന്താ ആർക്കും ഹിന്ദി അറിയില്ല. മൂപ്പര് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? പത്രത്തിൽ പരസ്യം കണ്ട അനുസരിച്ച് ഇവിടെ ഒരു ഗൂർഖ ആവശ്യമുണ്ടെന്ന് നടത്തിട്ട് വന്നതാണ്. കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നില്ലല്ലോ. 20 साल के पहले मैं केरल में आ गई. അതുകൊണ്ട് ഗൂർഖയാണെന്ന് തോന്നില്ല. പക്ഷെ ഞാൻ ഗൂർഖയാണ്. 20 साल കൊണ്ട് മലയാളം നന്നായി പഠിച്ചു. അസല് ഗൂർഖ. എന്താ പേരെന്താ? രാം സിംഗ് ഭീം സിംഗ് കാ ബേട്ട. ഓക്കെ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണോ? ഹാജി. ഏത് പെരുങ്കള്ളനെയും പിടിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഗൂർഖയോട് ധൈര്യത്തെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഓരോ വയ്യാവിനെടുത്ത് തല വെക്കേണ്ട അമ്മച്ചി. എന്തോന്ന് വയ്യാവേലി? ഇവിടെ ഒരു കാവക്കാരൻ അത്യാവശ്യം തന്നെയാ. ഗൂർഖ എത്രയും പെട്ടെന്ന് കള്ളനെ പിടിച്ച് ഞങ്ങളെ കൈ തരണം. ഹാജി. लेकिन हमको एक घर चाहिए. 24 hours ഡ്യൂട്ടി ആണ്. ഘർ. അതായത് 24 മണിക്കൂറും ഡ്യൂട്ടി ആവുമ്പോ എവിടെ താമസിക്കുമെന്നാണ് ഗൂർഖ ചോദിക്കുന്നത്. അതിന് ഇയാളെ സെലക്ട് ചെയ്തില്ലല്ലോ. ഇനി എന്തോന്ന് സെലക്ട് ചെയ്യാൻ? ഇയാള് തന്നെ മതി. നല്ല ആരോഗ്യം, കത്തിയും ഉണ്ട്. പോരാ തന്നെ ഈ ഗൂർഖയുടെ അഭ്യാസങ്ങളും നമ്മൾ കണ്ടില്ലേ? തന്നെ മതി. പകൽ സമയത്ത് ആവശ്യക്കാർക്ക് അരിയും സാധനങ്ങളും എത്തിച്ചു കൊടുക്കണം. അതാ ഇങ്ങോട്ട്. ഇവിടെ രാത്രിയിലേ ഉറങ്ങരുത്. അതെ, ഉറങ്ങാൻ പാടില്ല. പിന്നെ നമ്മളെ ടൂറിന് പോകുമ്പോ കൊണ്ടുപോയ ടെന്റ് ഉണ്ടല്ലോ, അത് ഇയാൾക്ക് കൊടുക്കാം. അത് അവിടെ കെട്ടി താമസിക്കാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിന്റെ പേരെന്താണ്? രാം സിംഗ്. ശ്രീമാൻ രാം സിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിച്ചു. ആ കത്തി ഒന്ന് കാണിച്ചു തരും. ചോദിക്ക്, നീ ചോദിക്ക്. കത്തി അങ്ങനെ പുറത്തെടുക്കാൻ പാടില്ല. അതെന്താ? അതേ, കത്തി പുറത്തെടുത്താ അതില് ചോരയാവണത്രേ. ഒയ്യോ, ഇല്ല വേണ്ട. ഒയ്യോ, വാ പോടാ. അന്നമ്മ അപ്പോൾ വീട്ടിൽ തനിച്ചായിരുന്നു. അവൾ ഓർത്തു, ഈ നേരമെങ്ങാനും ഗോപിയേട്ടൻ ഈ വഴി വന്നിരുന്നെങ്കിൽ. ഗോപിയേട്ടനെ പറ്റി ഓർത്തപ്പോൾ അന്നാമ്മയ്ക്ക് കുളിര് കോരിയിരുന്നത് പോലെ തോന്നി. അത്ഭുതം, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവോ എന്തോ. ചുണ്ടത്ത് വശ്യമായ ഒരു പുഞ്ചിരിയുമായി കൊതിപ്പിക്കുന്ന നോട്ടത്തോടെ ഗോപിയേട്ടനയുടെ വാതിക്കൽ. അന്നമ്മ തരിച്ചെങ്ങനെ നിൽക്കെ പതുക്കെ ഗോപി അവളുടെ അടുത്തെത്തി. അവൾ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണും പോലെ ഗോപി അവളെ പതുക്കെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ എതിർക്കാനൊന്നും പോയില്ല. കാത്തിരുന്ന് എന്താ പാടിയത്? കൊണ്ടുവരും. രണ്ടെണ്ണത്തിലെ കാലിയുണ്ടല്ലോ അടിക്കും. കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഏതൊന്നും തോന്നിയാസം വന്ന് വായിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേടി. അടുക്കള 100 കൂട്ടം പണി കിടക്കുന്നു. ഓടിയപ്പുറത്ത് പോകാൻ ഓടിച്ചു നിന്നെ. 2 ശൃംഗാരികളെ കൊണ്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. മോശങ്ങള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങേര് ഇരുന്ന് വെച്ചോണ്ടിരിക്കാതെ അപ്പൊ ഒന്ന് വാങ്ങിച്ചോട്ട് പോയിക്കണം. ഇവിടെ പ്രായമായ 2 പെമ്പിള്ളേരുള്ളതാ. നിങ്ങൾ നേരത്തെ പോന്നു. കുളിക്കാൻ പോകുമ്പോ വല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കണം. ഇതാ ഒരു മനസമാധാനം ഇല്ല. അതിങ്ങ് തന്നേരെ സാറേ, ഉടനെ കൊണ്ട് കമ്പോസ് ചെയ്യണം. ഇത് മഞ്ഞണിക്കുമ്പോ നിങ്ങളുടെ വാരിയേക്കുള്ള ഇപ്പൊ തരാം. വൈകരുത്. ഇല്ല 5 മിനിറ്റ് ഇരിക്കൂ. 8ാമത്തെ അല്ലേ? വരൂ. പിന്നെ നമ്മുടെ നായകന്റെ പേരെന്താ? തോമസ് ഊട്ടി. നായിക ക്ലാര. വില്ലൻ ബോബൻ. ഓ, അത് ശരി. ഇരിക്കൂ. ഇപ്പൊ ശരിപ്പെടുത്താം. ഓ, ഭായ്, എന്താണോ ഇതൊക്കെ? എന്റെ ഒരു ഗതി കേട്ടോ. അല്ല, ഞാൻ വരുന്നത് വരെ ഈ കോളനിയിലെ അലവലാദികൾ എങ്ങനെ ജീവിച്ചിരുന്നു എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഇതാ ഉപ്പ് തൊട്ട് കോഴിത്തീറ്റ വരെ ഇതിന്റെ അകത്തുണ്ട്. കാശ് വല്ലതുണ്ടോ? ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ? നേപ്പാളിൽ നിന്ന് വന്നൊരു വിവരം കെട്ട് കൂർക്കയാണെന്നാണ്. നിന്റെ ഹിന്ദി അറിയാൻ വേണ്ട കേട്ടോ. ഗ്രാമർ കംപ്ലീറ്റ് തെറ്റാ. എന്നാൽ ഇന്റർവ്യൂവിന്റെ അന്ന് ഞാൻ പിടിച്ചിരുന്നില്ലേ? ആ തിരിവ് കഴിഞ്ഞേ. ഇവനാണ് സ്ഥലത്തെ പ്രധാനമായി നോക്കി ഒന്ന് നിയന്ത്രിക്കട്ടെ. വേണ്ട. ആദ്യം നീ ഇവിടെ ഒരു നല്ല പേരെടുക്കാൻ നോക്ക്. ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടോ. വരട്ടെ.
കിൻഡർ ഗാർഡൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നിർമ്മല. അറിയോ നിനക്ക്? അവരുടെയും കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ആ, അവര് പേരെടുത്ത ഒരു കാമുകയായിരുന്നു. ചിലപ്പോ നിനക്ക് പ്രയോജനപ്പെടും. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. അയ്യടാ, അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഓട്ടോ വർക്ക്ഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാരൻ നഖശികാന്ത് എതിർത്തു. പണവും പ്രതാവും ഉപേക്ഷിച്ച് അവര് വർക്ക്ഷോപ്പുകാരന്റെ കൂടെ ഇങ്ങ് പോന്നു. അവരെനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും അത് പറ. വീട്ടുകാരോട് പണം കൊണ്ട് മത്സരിക്കാൻ അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക്. ദുബായ് ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം. അവരുടെ ഭർത്താവ് വിചാരിച്ചാൽ ചിലപ്പോ നിനക്ക് കടലടക്കാൻ പറ്റിയെന്ന് വരും. അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാ? അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാന്ന് അല്ല അത് മനസ്സിലാക്കി വേണമല്ലോ വൃത്തിയായി സോപ്പ് പ്രയോഗിക്കാൻ. അവരുടെ ഒരു കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ്. ആ കുട്ടിയെ ആദ്യം ചാക്കിലാക്കാൻ നോക്ക്. അമ്മ എനിക്ക് ഗൂർഖാങ്കിളിനെ കാണണം, ഇപ്പൊ കാണണം എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടു. ആ ട്രാക്കിലൂടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് നിനക്ക് പിടിച്ചു കയറാം. എന്നാ പിന്നെ സമയം കളയാതെ ഞാൻ ആ സെന്റിമെന്റ്സിലോട്ട് പിടിച്ചു കയറട്ടെ. അയ്യോ, അതിനുമ്പ് ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. मैं चलता है हुम हुम मैं चलता हूँ मैं चलता हूँ ओके ओके मैं चलता हूँ मैं चलता हूँ छोटा साहब क्या करता है मम्मी कहाँ है? ആഹാ, രാംസിംഗ് പെട്ടെന്ന് വന്നല്ലോ. हमको साइकिल में വലിയ ഉപകാരമായി. രാംസിംഗിന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. आप क्या कहता है? मैं साहब ये बहुत खुशी की बात है. രാംസിംഗിന്റെ മാതൃഭാഷ ഹിന്ദിയല്ലേ? हाँ जी. അല്ല, എന്തോ ഒരു വിഷമം പോലെ. അത് हमको कुछ വിക്ക് है. എനിക്ക് കുറച്ച് വിക്കുണ്ട്. ഓ, പിന്നെ എന്റെ ബച്പൻ മേ കേരള ആ ഗയാ. എന്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജീന്റെ അമ്മേന്റെയും കൂടെ കേരളത്തിൽ വന്നാണ്. രാംസിംഗ് ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. എന്റെ പൊന്നുമോനെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറ്. മോനെന്നെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് പല പ്രയോജനമുള്ളതാണ്. ബേട്ടാ രാംസിംഗ്, ചായ. आपको बेटा बहुत अच्छा है. ഇതേ പ്രായത്തിൽ കണ്ടതാണ് ഞാൻ എന്റെ ഛോട്ടാ ഭായിയെ 15 साल के पहले 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴെവിടെ ഉള്ളത്? നേപ്പാൾ മേ हमको കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞ ബഹുത്ത് ജീവൻ ഹേ മേം സാബ്. ഈ മോനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ എന്നെ അനുവദിക്കണം. അത്രയ്ക്ക് ഇഷ്ടമാണോ കുട്ടികളെ? ഹാജി. എങ്കിൽ സമയം കിട്ടുമ്പോ അവിടെ നഴ്സറി വന്നോളൂ. अच्छा जी. മേം സാബ് आपको പതി അതായത് ഭർത്താവ് ദുബായിലാണോ? അതെ. അവിടെ നല്ല ജോലിയായിരിക്കും. കുഴപ്പമില്ല, പോയിട്ട് 2 വർഷമായുള്ളൂ. ഹാജി. കത്തെഴുതുമ്പോ ഈ ഭായിയുടെ അന്വേഷണം. തീർച്ചയായും. मैं आता हूं. चल 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 मेरे साथी ओ मेरे साथी ओ मेरे हाथी വരുന്നു. ഊർക്ക. ആ, ഇതാ പിടിക്ക്. വരച്ചേ. ഗുഡ് മോർണിംഗ് നിർമ്മല ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വിദേശ രാജ്യങ്ങളിലും ഇതേമാറ്റത്തെ സ്കൂളെല്ലാം ഉണ്ടെന്ന്. ടീച്ചർ പറയൂ, എന്റെ എന്ത് സഹായമാണ് ടീച്ചർക്ക് വേണ്ടത്? ഓ, തൽക്കാലം ഇത് ഇങ്ങനെ അങ്ങ് നടന്നാ മതി. ഹേയ്, അത് പറ്റില്ല. കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇതൊന്നും പറ്റില്ല. കോളനിയിൽ നിന്ന് പലരും അന്വേഷിക്കുകയാണ്. അല്ല, രാംസിംഗിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണത്രേ. ആ റോഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ശമ്പളം കൊണ്ട് നിന്നവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടത്തെ കുട്ടികളെ കൊഞ്ചിക്കാനല്ല. എവിടെയാണ് തന്റെ യൂണിഫോം? ഡേ ടൈം യൂണിഫോം ആവശ്യകത അല്ലേ? ആവശ്യകത ഉണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഒരാഴ്ചത്തെ സമയം തരും. അതിനിടയ്ക്ക് കളനെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗൂർക്കെ വേണ്ടെന്ന് വെക്കും. തന്റെ മറുഭാഷ എനിക്ക് കേൾക്കണ്ട. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. കള്ളനെ പിടിച്ചേ പറ്റൂ. ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ? പേരിനൊരു കള്ളനെ പിടിച്ചാ പോരെ? അതിന് കള്ളൻ എവിടെ? കണ്ണ് തുറന്ന് നേരെ നോക്ക്. നേരെ നോക്കടോ. കള്ളനെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ കള്ളനെ പിടിക്കുന്നു, അടിക്കുന്നു, തുരത്തി ഓടിക്കുന്നു. കോളനിക്കാരുടെ മുമ്പിൽ ഇത്രയും ചെയ്ത് കാണിച്ചാ പോരെ? അത് മതി.
എന്നാ ഞാൻ തന്നെ കള്ളൻ. എന്നെ പിടിച്ചോളൂ, അടിച്ചോളൂ, തുരച്ച് ഓടിച്ചോളൂ. അല്ല, നീയാവുമ്പം ആള് മനസ്സിലാവില്ലേ? മേലാകെ കരിയും തേച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടി ഇട്ട് ആരറിയാൻ പോകുന്നു തന്നെ. ആളുകൾ അടുത്ത് വരുമ്പോ നീ പിടിവിടുന്നു, ഞാൻ ഓടുന്നു. പ്രശ്നം തീർന്നില്ലേ? കുഴപ്പമില്ല. പക്ഷേ എന്ത് പക്ഷേ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നാളെ ടെന്റില് കുറച്ച് വെളിച്ചെണ്ണയും കരിയും കരുതിക്കോളൂ. ആരുമില്ല. നല്ല ഒച്ചയും ബഹളം ഉണ്ടാക്കണേ. നോക്കട്ടെ, പ്രശ്നം വല്ലതും ഉണ്ടാവോ? ധൈര്യമായിട്ട് വേണം. പ്രശ്നം വല്ലതും ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കണം. പിടിക്കണോ? അവന്റെ മുഖം മൂടിയൊന്ന് മാറ്റി കിട്ടണം. ആരാന്ന് നമുക്ക് സർവ ലോക ചോർക്കോ ഏക് മുഹേ. ലോകത്തിലെ എല്ലാ കള്ളന്മാരും കക്കുന്നവരാണ്. അവർക്കൊരു മുഖമുള്ളൂ. അത് ഭീകരേ, ഭീകർ എന്ന് പറയുന്ന അമ്പട പെരുങ്ങള്ള. അപ്പൊ നീയാണ് എന്റെ മോളെ കയറി പിടിക്കാൻ വന്നതില്ലേ? എടാ കള്ള ട്രാവൽ ഏജൻസി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ ഒന്ന് കക്കാൻ പറ്റും. എടാ പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ? അയ്യേ അല്ലല്ല. അതെന്താ? ഭീം സിംഗ് കാ ബേട്ടാ രാം സിംഗ് ബോൾതാ ഹൈ. नहीं नहीं नहीं, मैं हिंदुस्तान का गुरखा है. ആത്മാഭിമാനമുള്ള ഗുർഖയാണ്. പോലീസ് കാ ബഡാ ഗുർഖ. പോലീസിനേക്കാളും വല്ലാണ് ഗുർഖ. ഞാൻ ഇവനെ വെറുതെ വിടില്ല. കുത്തേ കമീനെ ഞാൻ കുക്കറി ഊരാൻ പോവുകയാണ്. ഞാനിവനെ കത്തിയെടുക്കല്ലേ, ചോരകാണും കുറുക്കേ, കത്തിയെടുക്കല്ലേ, സമാധാനം താ കുറുക്കേ. അയ്യോ കുറുക്കേ, എടുക്കല്ലേ കുറുക്കേ.